അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളൊക്കെ അധ്യാപകന്മാരാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ മാത്രമല്ല, നമ്മൾ പലപ്പോഴും ചെല്ലുന്ന പല സദസ്സുകളിലൊക്കെ നമ്മളൊക്കെ കാര്യമായ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തികഞ്ഞ അശ്രദ്ധരായിരിക്കുന്ന ആളുകളെ സാധാരണ കാണാറുണ്ട്. അപ്പോൾ കുട്ടികളെക്കുറിച്ച് എന്താണ് അവർ അശ്രദ്ധരായിരിക്കാനുള്ള കാരണം എന്ന് ക്ലാസ് റൂമുകളിൽ പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 3 കാര്യങ്ങളാണ്. ഇതിവിടെ പറയുന്നത് നമ്മുടെ അധ്യാപകന്മാരായ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. അതോടൊപ്പം ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും, നമ്മൾ രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പൊതുവേ നമുക്കൊരു വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്, നമ്മൾ വളരെ സീരിയസ് ആയി ഗൗരവത്തോടു കൂടി ഒരു കാര്യം പറയുമ്പോൾ അത് യാതൊരു മൈൻഡും കൊടുക്കാതെ ഇരിക്കുന്ന ആളുകൾ സദസ്സിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾക്ക് ആ പറയാനുള്ള ഒരു താല്പര്യത്തെ പോലും അവർ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ഗൗരവത്തോടെ നമ്മൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ വിഷമം സംസാരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി മാത്രമായി വന്ന ആളുകൾ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി കോളേജിൽ വന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി അതിനായിട്ട് മെനക്കെട്ട് വീട്ടിൽ നിന്ന് വാഹനമൊക്കെ എടുത്ത് വന്ന ആളുകൾ പിന്നെ എന്താണ് ഈ സദസ്സിൽ വന്നിട്ട് അവരിങ്ങനെ അശ്രദ്ധമായിരിക്കുന്നത് എന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ ഒരാൾക്ക് സംഭവിക്കാം. നേരെ മറിച്ച് നിരന്തരമായി ഇത്തരം ഒരു അശ്രദ്ധ 3 കാരണങ്ങളാണ് പൊതുവെ ക്ലാസ് റൂമുകളിൽ കാണാറുള്ളത്. ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണോ പറയുന്നത് ആ കാര്യം അവർക്ക് ഗ്രാഹ്യമല്ല, അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതൊന്നും ഇപ്പോൾ കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരു മനസ്സാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഷ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയില്ല, അക്ഷരങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ അറിയാത്ത ഒരാളാണെങ്കിൽ എന്തു ചെയ്യും? സ്വാഭാവികമായും നമ്മൾ പറയുമ്പോൾ അവരെന്താണ്, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് ഈ വിഷയം താല്പര്യമില്ലാത്ത വിഷയമാണ്, ഞാനിവിടെ എങ്ങനെയൊക്കെ വന്ന് പെട്ടതാണ്, എനിക്കിത് പഠിക്കാൻ കഴിയില്ല എന്ന ഒരു മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരാളെ ഒരിക്കലും നമുക്ക് ശ്രദ്ധിപ്പിക്കാൻ കഴിയില്ല. ചിലപ്പോൾ വല്ല പ്രഭാഷണ വേദികളൊക്കെ കേൾക്കുന്ന ആളുകൾ എന്തായിരിക്കും, ഞാനിപ്പോൾ ഇതൊന്നും കേട്ടിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല, അല്ലാതെ എപ്പോഴും കേൾക്കണ തന്നെയല്ലേ, ഇതിലിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ എന്താ ഉള്ളത് എന്ന നിലക്ക് കേൾക്കേണ്ടതില്ല, കേട്ടിട്ട് പ്രയോജനമില്ല എന്ന ഒരു മനസ്സോടുകൂടെ സദസ്സിലിരിക്കുന്ന ആളുകൾ പൊതുവെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇടയില്ല. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ കുട്ടികളാണെങ്കിലും നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ, അവരോട് ചോദിച്ച് അവരിൽ നിന്ന് അറിവ് നേടി, അടിസ്ഥാനപരമായ അറിവുകൾ നേടി ഒരു പക്ഷേ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യും, മറ്റുള്ളവരോടൊപ്പം എത്താനും ക്ലാസ്സുകൾ ഗ്രഹിക്കാനും പറ്റും. എന്നാൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വന്ന ഒരാൾ ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അവൻ 3 കൊല്ലമല്ല 10 കൊല്ലം ഇരുന്നാലും അവനൊരിക്കലും അത് പഠിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പോൾ എനിക്ക് കഴിയില്ല, എനിക്ക് താല്പര്യമില്ല എന്ന നിലക്ക് ഇരിക്കുന്ന ഒരാളെ നമുക്ക് ശ്രദ്ധിപ്പിക്കാൻ കഴിയില്ല. രണ്ടാമത് ഒരു കാരണം, സാധാരണഗതിയിൽ ഇത്തരം അശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന ആളുകളെ പരിശോധിക്കുമ്പോൾ രണ്ടാമത്തൊരു കാരണം, ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുണ്ടാവുക എന്നാണ്. ഹൃദയത്തിൽ രോഗമുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദുഷിച്ച ചിന്തകൾ മനസ്സിൽ കടന്നുകൂടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷനുകൾ മനസ്സിൽ കടന്നുകൂടിയാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിഷയം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല. എപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത ഉണ്ടായിരിക്കുക. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ഇനി അടുത്ത ലഹരിക്ക് എവിടെ നിന്ന് പണം കിട്ടും എന്നുള്ള ചിന്തയാണത്. അതിൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ചും അതിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രേമത്തിലോ അല്ലെങ്കിൽ സെക്സ് വീഡിയോസിലോ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകളൊക്കെ കുടുങ്ങിയ ആളുകൾ അതന്നെ ആയിരിക്കും അവർ മനസ്സിലുണ്ടായിരിക്കുക. അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയില്ല. ഇതാണ് രണ്ടാമത്തെ കാരണം. നമ്മുടെ മനസ്സ് ശുദ്ധമാവുക എന്നുള്ളതാണ്. അത്തരം ദുഷിച്ച ചിന്തകളിൽ നിന്ന് മനസ്സിനെ ശുദ്ധമാക്കാതെ നമുക്ക് ക്രിയാത്മകമായി പ്രയോജനപ്രദമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്.
ഇപ്പോൾ പലപ്പോഴും ജോലി സ്ഥലങ്ങളിലാവട്ടെ, പഠന കേന്ദ്രങ്ങളിലാവട്ടെ, ഇത്തരം അവിഹിത ചിന്തകളുമായി ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ശമ്പളം കൊടുത്തിട്ട് കാര്യമില്ല. അവരെ നമ്മൾ ക്ലാസ്സിലിരുത്തിയിട്ട് കാര്യമില്ല. കാരണം അവരുടെ മൈൻഡ് ഒരിക്കലും, അവരുടെ മനസ്സൊരിക്കലും ഈ ചെയ്യുന്ന പ്രവർത്തികളിലേക്ക് ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പിന്നെ ഷോപ്പുകളിലൊക്കെ എന്ത് ചെയ്യും, ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും മിക്സഡായിട്ട് നിർത്താറുണ്ട് പലപ്പോഴും. അപ്പോൾ അവർക്ക് വളരെ അടുത്ത് ഇടപഴകാൻ അവസരങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കടയിൽ ചെല്ലുമ്പോൾ തന്നെ എന്തായിരിക്കും, കസ്റ്റമറെ പലപ്പോഴും അവർ പരിഗണിക്കുന്നില്ല. അവർ തമ്മിലുള്ള സംസാരങ്ങളും നോട്ടങ്ങളും ഇടപഴകലുകളായിരിക്കും ഏറ്റവും അധികം ഉണ്ടായിരിക്കുക. അപ്പോൾ പലപ്പോഴും ഇതൊന്നും അതിൻ്റെ ആളുകൾ ശ്രദ്ധിക്കാറില്ല. കാരണം അവരെന്തുദ്ദേശിക്കുന്നുവോ അതിൽ ഏകാഗ്രമാവാൻ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ആ പ്രവൃത്തിയിൽ മുഴുകാൻ പലപ്പോഴും ഉള്ളൊരു മനസ്സ് അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ദുഷിച്ച ചിന്തകളും രോഗങ്ങളും ഹൃദയത്തെ പിടിപെട്ടിട്ടാണ്. അപ്പോൾ പലപ്പോഴും ക്ലാസ്സിൽ ഇത്തരം ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളെ വിളിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കുടുങ്ങിയവരായിരിക്കുമെന്ന് ചിലപ്പോഴൊക്കെ മനസ്സിലാവാറുണ്ട്. അത് വെച്ചിട്ടാണ് മനസ്സിൻ്റെ രോഗങ്ങൾ മനുഷ്യനെ എന്ത് ചെയ്യും, ആ ഒരു ശ്രദ്ധിക്കുവാനും ഏകാഗ്രമാകുവാനും ഒക്കെയുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്നത്. മൂന്നാമത്തെ ഒരു കാരണം നമ്മൾ വിദ്യാർത്ഥികൾ കാണുന്നത്, അശ്രദ്ധമായിരിക്കുന്ന ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്, അവരെന്ത് ചെയ്യില്ല, ഇന്നലത്തെ ക്ലാസ് അവർ ശ്രദ്ധിച്ചിട്ടില്ല, ഇന്നലത്തേത് അവരുടെ മൈൻഡിലില്ല, അവർ ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ തുടർച്ച കിട്ടൂല. കഴിഞ്ഞത് എന്താണ് പറഞ്ഞത് എന്നറിയാത്ത ഒരാൾക്ക് ഇന്ന് പറയുന്നതിന് തുടർച്ച കിട്ടൂല. അപ്പോഴും ഒരു മനസ്സിലാകാത്ത പോലെ ഇരിക്കും, അശ്രദ്ധമായിട്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാരണങ്ങളാണ് പലപ്പോഴും ക്ലാസ് റൂമുകളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ അശ്രദ്ധരായി കാണുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രം പരിമിതമല്ല. ഇത്തരം ചില കാര്യങ്ങൾ നമ്മളെയൊക്കെ പിടികൂടിയാലും നമ്മളിരിക്കുന്ന സദസ്സുകളെ ഉപയോഗപ്പെടുത്തുവാനോ നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങളെ സ്വീകരിക്കുവാനോ നമുക്ക് കഴിയാതെ പോകും.